If a man is always there for you, don't confuse consistency with weakness. If a man is available to you when you call, when you need his presence, he shows up, you text him, he replies, you call him, he picks up. Yeah. That's not luck, that's commitment. And that kind of man should never be taken for granted. Because most people don't realize someone's value until they're gone. Don't let that be your lesson. ഉറപ്പായിട്ടും അതിപ്പം ഒരു ആൺകൊച്ചാണെങ്കിലും അല്ലെങ്കിൽ ഒരു പെൺകൊച്ചായിരുന്നാലും നമ്മൾ അത്രയും അവൈലബിൾ ആയി സ്നേഹിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അത്രയും നല്ല രീതിയിൽ നിൽക്കുമ്പം അവർക്ക് അതേപടി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതൊരു ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. നമ്മള് അവര് അതേ കണക്കാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അതേ കണക്ക് ആത്മാർത്ഥത തരുന്നുണ്ടോ ഇല്ലേ എന്ന് ആദ്യം നമ്മൾ നോക്കുക. നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും നമുക്ക് നോക്കാനുള്ള ഒരു ടൈം പോലും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കത്തില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇനിയും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോഴും നമ്മൾ അറിയില്ല ചിലപ്പം നമ്മൾ അവരുടെ ലൈഫിൽ ഒരു ഓപ്ഷൻ ആയിരുന്നോ എന്ന്. അതങ്ങനെ. നീ അവനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്. നിനക്കിപ്പോ എന്താ വേണം? അപ്പൊ എന്റെ ഇത്ര വർഷമോ? നിനക്കപ്പൊ ഇത്ര നേരം പറഞ്ഞൊന്നും മനസ്സിലായില്ല. ഒന്ന് വെച്ചിട്ട് പോവാൻ പറ്റുമോ? നീ മനസമാധാനമായിട്ട് അവനുമായിട്ട് ജീവിക്കാന്ന് വിചാരിക്കണം. നീ എന്തേലും ചെയ്. നിന്നെ ഇല്ലാതാക്കി കളയടി. നീ എന്തൊക്കെയാ കൊച്ചിനോട് വിളിച്ചു പറഞ്ഞത്? കൊല്ലുവൊന്നും ചാവുമെന്നൊക്കെ. നീ കൊല്ലുമെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോ അവിടെ തിരിച്ചു വരുവോ? എടാ, നീ കൊല്ലും പിടിക്കും ചാവും എന്നൊക്കെ പറയുമ്പോൾ തോന്നുന്ന ഇഷ്ടമുണ്ടല്ലോ, അതൊക്കെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. നീ ആദ്യം സ്നേഹിക്കാൻ പഠിക്കും, പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ നോക്ക്. അങ്ങനെ ഉണ്ടാവുന്ന സ്നേഹത്തിനെ വാല്യൂ ഉള്ളൂ. നീ കുറെ മുമ്പേ പറയുന്ന കേട്ടായിരുന്നല്ലോ, 4-5 വർഷത്തെ കണക്ക് പറയുന്ന കേട്ടായിരുന്നല്ലോ. കഴിഞ്ഞ 24 വർഷമായിട്ട് നീ എന്നെ കാണുന്നില്ല അല്ലേ? നിനക്ക് ഇന്നലെ വന്നവളാണ് പ്രാധാന്യം. കഴിഞ്ഞ 24 വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുവല്ലേ? നിന്നെ അച്ഛനില്ലാതെ പഠിപ്പിച്ച് വളർത്തി ഇത്രയാക്കി എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിനോട് ഫോൺ വിളിച്ച് നിന്നെ ഞാൻ കൊല്ലും, ഞാൻ ചാവെന്ന് പറയുന്ന ലെവലിലോട്ട് പോകുന്ന രീതിയിൽ ഞാൻ നിന്നെ വളർത്തി വലുതാക്കി. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നീ എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചില്ല. നീ ഇപ്പോൾ അവളെ എന്തെങ്കിലും ചെയ്താലും, അതല്ല അവളെ മറക്കാൻ വയ്യാന്ന് പറഞ്ഞ് നീ എന്തെങ്കിലും ചെയ്താലും നഷ്ടം അതൊന്നും ഈ അമ്മയ്ക്ക് മാത്രമായിരിക്കും, വേറെ ആർക്കും ഇല്ല. അത് നീ ഓർത്താ കൊള്ളാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, അത് നിന്നോട് മാത്രമല്ല സകല മക്കളുമാരോടും കൂടെ പറയുവാണ്. നിങ്ങൾ ആണും പെണ്ണും തമ്മിൽ ഒരു റിലേഷൻ തുടങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പരസ്പരം കൈകൊടുത്ത് പിരിയാൻ കഴിയണം. അതായിരിക്കണം ഒരു റിലേഷൻ. സത്യം. നമ്മള് എത്രയൊക്കെ കരഞ്ഞു പിടിച്ചതൊക്കെ എന്നിരുന്നാലും ആ നഷ്ടം അവർക്ക് 2-3 ദിവസം മാത്രമാണ്. പക്ഷെ അത് നമ്മളെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് 2-3 ദിവസമൊന്നുമല്ല, അത് അവർക്കൊരു തീരാ നോവാണ്. അത് എന്നും എപ്പോഴും അതങ്ങനെയാണ്. ആ ഒരു സ്നേഹത്തിൽ ഇന്നേ വരെ ഒരു കളങ്കവും വരാണ്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതും നമ്മളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിലും ഒരു ഇതുമില്ല. അതങ്ങനെയാണ്.